ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. ഹിന വേൾഡിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അലർജി മാറിയിട്ട് എന്തില്ല, അത് അലർജി എന്തല്ല, അത് ഫുഡ് ഇൻഫെക്ഷൻ ആയതാ. അങ്ങനെ അത് ഇത്രക്കും നീട്ടിയിട്ട് നിന്ന് ഇപ്പോഴും അത് പോയിട്ടേയില്ല. ഭയങ്കര മൊത്തമേള് ചോക്കുന്നത്. ഇപ്പോൾ കുറേ മരുന്നെല്ലാം എടുത്തിട്ടുണ്ട്. എത്ര മരുന്നായി എടുത്തത്, 4 മരുന്ന് തന്നെ കുടിക്കുന്ന പണിയാണ് എനിക്ക്. എന്ത് ഫുഡ് കഴിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ ഇത്ര വലുതാവും ഞാൻ വിചാരിച്ചിട്ട. ഇന്ന് എനിക്ക് ഓർഡർ ഉണ്ടായി, ബിരിയാണിൻ്റെയും നൂഡിൽസിൻ്റെയും ചിക്കൻ കുറുമൻ്റെയും ചെറിയ ഓർഡർ. 30 ആൾക്കുള്ള ചിക്കൻ ബിരിയാണി, നൂഡിൽസ്, 1 കിലോ ചിക്കൻ്റെ കുറുമ. അങ്ങനെ അതെല്ലാം കാലത്തണിച്ച് 6 മണിക്ക് അണിച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ഒരു 11 മണിയാകുമ്പോൾ വേണമെന്ന് പറഞ്ഞിന്, എന്തോ അപ്പത്തിൻ്റെ മങ്ങാലെ അങ്ങനത്തെ എന്തോ ഫങ്ഷന്. അങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ട് വരുന്നു. ഫാത്തിമ ഉറങ്ങിക്കോണേ, ഞാൻ എല്ലാം ഉണ്ടാക്കി. നമുക്കില്ലെങ്കിൽ വലിയ ഓർഡറെല്ലാം ആൾ വരുന്നുണ്ട്. ഇത് പിന്നെ ചെറിയ ഓർഡർ ആയതുകൊണ്ട് ഞാൻ ആക്കിയത്. വലിയ പണി എന്തില്ല അല്ലേ. പിന്നെ നമുക്ക് അങ്ങനെ കുറച്ച് പണിക്കെല്ലാം അക്ക വരുന്നു. അക്ക വന്നിട്ട് എല്ലാം എടുക്കുന്നു. അതിന് ചിക്കൻ കുറുമ റെഡിയായി, നൂഡിൽസ് വേവിച്ച് വെച്ച് അതും റെഡിയായി. പിന്നെ ബിരിയാണിയുടെ മസാല എല്ലാം റെഡിയായി. പിന്നെ ചോറ് വെച്ച്, ഞാൻ കൂടുതൽ ബിരിയാണി വെക്കുന്നത് നെയ്ച്ചോറാക്കിയിട്ട് വായനരിക്ക ഇങ്ങനെ ബാർക്കുന്നത്. ഇന്ന് ബാർത്തിട്ടുണ്ടാക്കി. കുറച്ച് എനിക്ക് ബാർത്തത് തന്നെ വേണമെന്ന്. നൂഡിൽസിനെല്ലാം കട്ടാക്കിയിട്ട് വെച്ച്, സ്പ്രിംഗ് ഓനിയൻ, പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, വെളുത്തുള്ളി, പിന്നെ ബീൻസ് എല്ലാം കട്ടാക്കിയിട്ട് വെച്ച് അതിൻ്റെ പണിയെല്ലാം റെഡി. ചിക്കന് വേവിച്ചിട്ടും വെച്ച്, മുട്ട ഫ്രൈ ആക്കിയിട്ടും വെച്ച്, അങ്ങനെ ചോറിനെല്ലാം വെള്ളം വെച്ച് അത് തിളക്കുമ്പോഴേക്ക് അരിയിട്ട് അങ്ങനെ അത് വെന്ത് അതിനെ വാർത്ത്, പിന്നെ ബിരിയാണി മസാല എല്ലാം ആയിട്ടുണ്ടല്ലോ, പിന്നെ ദമ്മിട്ടിട്ട് കൊടുത്തു. ഇത് നൂഡിൽസിന് ഒരു ചട്ടി ചൂടാകുമ്പോഴേക്ക് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇട്ട്, സ്പ്രിംഗോൻ്റെ ഉള്ളി ഉണ്ടല്ലേ അതെല്ലാം കട്ടാക്കിയിട്ട് ഇട്ട്, പിന്നെ നൂഡിൽസ് ഇട്ട്, വേവിച്ച നൂഡിൽസില്ലേ അതിട്ട്, പിന്നെ മരിഞ്ഞിട്ട് വെച്ച എല്ലാ വെജിറ്റബിളും, പിന്നെ സോസും, സോയ സോസും, കച്ചപ്പും എല്ലാം ഇട്ടിട്ട് ഒരു മറിച്ച്, പിന്നെ ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സാക്കി, പിന്നെ കുറച്ച് കുരുമുളകും ഇട്ട്, പിന്നെ വേവിച്ച ചിക്കനിട്ട്, മുട്ട ഫ്രൈയും ഇട്ട് എല്ലാം ഇട്ടിട്ട് നല്ലൊരു മറിച്ച് തിരിച്ചിട്ടും മറിച്ചിട്ടും, പിന്നെ മോൾ ബോക്സിൽ ഇട്ടിട്ട് അതും റെഡിയായി. അങ്ങനെ എൻ്റെ 11 മണിയാകുമ്പോൾ തന്നെ റെഡിയായിന്. ഓറ് പറഞ്ഞ പോലെ തന്നെ. ഓറ് വരുമ്പോഴേക്ക് മാത്രം ലേറ്റായി. 11:30 12 മണി എന്തായാലും ഓറ് പറഞ്ഞിന് 11 മണിക്ക് റെഡിയാണ്. അങ്ങനെ ഞാൻ പരിപ്പെട്ടി ആക്കി. ഇത് ഭയങ്കര ട്രെൻഡായിട്ടുള്ള ബീസ കത്തി ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായി. അങ്ങനെ ഈ കത്തി മേങ്ങണം എന്നെ വിചാരിച്ചോണേന ഒന്ന് ഞാനും മീൻ നോക്കുമ്പോഴേക്ക് അത്ര വലിയ പോരാ, മോശമില്ല. അങ്ങനെ നമ്മളെ ഫുഡെല്ലാം റെഡിയാക്കി വെച്ച് ഒരു വരുന്നതായിട്ട് ഫോൺ വരുന്നത്, പിന്നെ വന്നിട്ട് കൊണ്ട്. ഓക്കെ, ബൈ.